കൊന്നിച്ചിവ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് ഡീമസ്ലിന്റെ മറ്റൊരു കിഡിലൻ ചാപ്റ്റർ ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് ചാപ്റ്റർ 197നെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എങ്ങനെ പോയാലും നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് എല്ലാം കണ്ടെന്ന് ഉറപ്പുവരുത്തുക, എന്നാലേ നിങ്ങൾക്ക് ആ കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. അതിന്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. സോ നമുക്ക് ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സത്യം പറഞ്ഞാൽ ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എത്ര മൂർച്ചയുള്ള ബ്ലേഡ് ആയാലും എത്ര അധികം തിളങ്ങുന്ന ബ്ലേഡ് ആണെങ്കിലും അവന്റെ ബ്ലേഡ് വെച്ച് നോക്കാൻ നേരത്ത് ഇതൊന്നും ഒന്നുമല്ല. ഇതൊന്നും എന്റെ ശരീരത്തിൽ ഒരു മുറിവ് പോലും ഉണ്ടാക്കേണ്ട കാര്യമില്ലാത്തതാണ്. എന്നാൽ അവൾ ഉണ്ടാക്കിയ ആ ഡ്രഗ്സ് കൊണ്ട് ഞാൻ നിസ്സാരമായിട്ട് കണ്ട പല കാര്യങ്ങളും എന്റെ നേരെ തിരിഞ്ഞു. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര പവർഫുൾ ആയിട്ട് ഡ്രഗ് അവൾ ഉണ്ടാക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതുമില്ല. ഡോമയുടെ മേത്ത് യൂസ് ചെയ്ത ഡ്രഗ് വെച്ച് നോക്കാൻ നേരത്ത് ഇത് എത്രയോ അധികം പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഓരോ ഡ്രഗ് അനലൈസ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് മാറ്റണം, അല്ലെങ്കിൽ അതെനിക്ക് വലിയൊരു ഭാരമായിട്ട് മാറും. ഇത്രയും പറഞ്ഞുകൊണ്ട് മുസാൻ അങ്ങനെ അനങ്ങാതെ നിൽക്കാൻ തുടങ്ങും. ഇത് കണ്ട താഞ്ചറുമായിട്ട് വളരെ എക്സൈറ്റ് ആകുന്നുണ്ട്. കാരണം ഇപ്പോഴായിരിക്കും പറ്റിയ സമയം എനിക്ക് ഇപ്പം അറ്റാക്ക് ചെയ്യാം. എനിക്ക് കുറച്ച് നേരം കൊണ്ട് പിടിച്ചു തന്നു കഴിഞ്ഞാൽ രാവിലെ ആകും. അതുകൊണ്ട് മുസാനെ ഇപ്പം അറ്റാക്ക് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ മുസാൻ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഷോക്ക് വേവ് ക്രിയേറ്റ് ചെയ്യും. അത് നമ്മുടെ താഞ്ചറുടെ ഒബനയുടെ മേത്ത് നന്നായിട്ട് തന്നെ ഏൽക്കും. ഇത് കഴിഞ്ഞ് മുസാനെ കാണുന്നത് പുള്ളിക്കാരന്റെ ലുക്കൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. പുള്ളിക്കാരൻ കുറച്ചുകൂടെ ഡിമോണിക് ഫേസിലേക്ക് മാറി. പുള്ളിയുടെ ശരീരത്തോടെ ഇങ്ങനെ വായിക്ക് വന്ന് പുള്ളി കുറച്ചുകൂടെ അധികം ഡേഞ്ചറസ് ആയിട്ട് മാറി. താഞ്ചറുമായിട്ട് വേദന കൊണ്ടുവരുന്ന പുളയുമാണ്. കാരണം പുള്ളിക്കാരനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പുള്ളിക്കാരൻ അനങ്ങാൻ പറ്റുന്നില്ല. വേദന മാത്രമേ, ശരീരത്തിന്റെ നഖം മുതൽ മുടി വരെ വേദന മാത്രമേ ഉള്ളൂ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഒയാക്കട്ട സമയമാണ്. പുള്ളിക്കാരൻ മൂക്കി കൂടെ ചോര വന്നുകൊണ്ട് പുള്ളിക്കാരൻ ആ ഡെസ്കിലേക്ക് വീഴുവാണ്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എന്നെ നോക്കണ്ട, ഒബനേനെയും താഞ്ചുറിനെയും നോക്ക്. നമ്മുടെ റെങ്കോക്കിന്റെ ഫാദർ പറയുന്നുണ്ട്, മുസാന്റെ അറ്റാക്ക് ഇവിടം വരെ വന്നു, അത് ഇമ്പോസിബിൾ ആണ്. എങ്കിലും ഇവിടം വരെ വന്നല്ലോ, മുസാൻ ഈ സ്ഥലം കണ്ടുപിടിച്ച് കഴിഞ്ഞോ? അങ്ങനെ വരാൻ വഴിയില്ല. നേരത്തെ ഉണ്ടായ ഷോക്ക് വേവ് കാരണം പല കാക്കകളുടെയും ജീവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവിടെ എന്താ സംഭവിക്കണമെന്ന് ആർക്കും അറിയാൻ മേല. ഇനി വെറും 25 നിമിഷം കൂടെയുള്ളൂ രാവിലെ ആകാനുണ്ട്. അത്ര നേരം ഒന്ന് പിടിച്ചു നിന്നാൽ മതി. അങ്ങനെ അവർ പറയുന്നുണ്ട്, ആരെങ്കിലും ഒന്ന് ഫൈറ്റ് ചെയ്താൽ മതിയായിരുന്നു, ആരെങ്കിലും കുറച്ചു നേരം കൊണ്ടൊന്ന് പിടിച്ച് നിർത്തിയാൽ മതിയായിരുന്നു. താഞ്ചറൊക്കെ ഒട്ടും തന്നെ മേല. പുള്ളിക്കാരൻ എണീറ്റ് നിൽക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് തന്നെ പുള്ളിക്കാരൻ ശ്വാസം എടുക്കാൻ നോക്കുന്നുണ്ട്. അതിന് പോലും പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്നില്ല. മുസാനായിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകാൻ നേരത്ത് നമ്മുടെ ഈനോസുക്കെ അങ്ങോട്ടൊന്ന് മുസാനെ നേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ നിന്റെ ട്രിക്കിൽ ഞാൻ വീണു, പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈനോസുക്കെ മുസാന്റെ നേരെ വന്ന് നിൽക്കുവാണ്. താഞ്ചറൊക്കെ ഈനോസുക്കിനെ വാൺ ചെയ്യണമെന്നുണ്ട്. കാരണം നേരത്തെ വന്ന ഷോക്ക് വേവ് മുസാൻ ഇനി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈനോസുക്കും പണി കിട്ടും. എന്നാൽ പുള്ളിക്കാരന്റെ വായിൽ നിന്ന് ആ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. കാരണം അത്ര അധികം വേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണ് താഞ്ചറോ. മുസാൻ നേരത്തെ ചെയ്ത അറ്റാക്ക് ഒന്നുകൂടെ ചെയ്യാൻ വേണ്ടി പോകും, എന്നിട്ട് പുള്ളിക്കാരൻ ചെയ്യുകയും ചെയ്യും. പക്ഷേ നേരത്തെ അത്രയും വലിയൊരു അറ്റാക്ക് അവിടെ വരത്തില്ല, ചെറുതായിട്ടൊരു സ്ലാഷ് മാത്രമേ വരത്തുള്ളൂ. അങ്ങനെ മുസാനും കാര്യം മനസ്സിലായി. പുള്ളിക്കാരനെ വീണ്ടും അപ്പം തന്നെ ആ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഈനുസുക്കി ആകട്ടെ വിങ്ങി പൊട്ടിക്കൊണ്ട് പറയുന്നുണ്ട്. അവരുടെ എല്ലാവരും എന്നെ രക്ഷിച്ചവരാണ്. യോമിയും ഗീയും ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി കണ്ട ആ കിടക്കുന്ന ശവങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്ന് ഫുഡ് കഴിച്ചവരാണ്. അവരെ തിരിച്ചതാ. അവരുടെ കൈയും അവരുടെ കാലും എനിക്ക് തിരിച്ചു വേണം. ഇനി നിനക്ക് തിരിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ നിന്നെ ഞാൻ 1000 വട്ടം കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈനോസുക്കെ മുസാന്റെ നേരെ ഒരു അറ്റാക്ക് ചെയ്യും. മുസാൻ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ്റെ കൈ താഴത്തേക്ക് ഇട്ട് ഗ്രൗണ്ടിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ ഈനോസുക്കിനെ കയറി പിടിക്കുന്നുണ്ട്. അവന്റെ കയ്യിലും കുറെ പല്ലുകളൊക്കെ ഉള്ള കാരണം നമ്മുടെ ഈനോസുക്കിക്ക് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ആ അറ്റാക്ക്. താഞ്ചറോ ഈനോസുക്കിനെ രക്ഷിക്കണം എന്നുള്ള ഐഡിയയിലേക്ക് കിടന്ന് കാണുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ നിസ്സഹായ ഒരു അവസ്ഥയിലാണ്. കാരണം പുള്ളിക്കാരൻ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മുടെ സെനിറ്റ്സ് വന്ന് ആ കൈയിലേക്ക് അറ്റാക്ക് ചെയ്തിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഈനോസുക്കെ എനിക്ക് കാമാ, താഞ്ചറോ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അവന്റെ ഹൃദയമെടുപ്പ് എനിക്ക് ഇപ്പോഴും കേൾക്കാം, അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. താഞ്ചറോ നീ ഒരു കാര്യം ശ്രദ്ധിക്കുക, നീ ഇപ്പൊ എങ്ങനെയെങ്കിലും ജീവനോടെ ഇരിക്കാൻ വേണ്ടി മാത്രം നോക്കിയാൽ മതി. നീ നേസുക്കായിട്ട് വീട്ടിൽ പോകുന്ന ആളാണ്. നേസുക്ക് ഹ്യൂമനായി കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വീട്ടിൽ പോകുന്ന ആളാണ്. നിന്റെ വീട്ടിലുള്ള എല്ലാവരും നിങ്ങളെ അങ്ങനെയാണ് കാത്തിരിക്കുന്നത്. എന്നാൽ ഇത് പറഞ്ഞ് കഴിയാൻ നേരത്തെ തന്നെ മുസാൻ നമ്മുടെ സെന്യൂട്സിനെ അറ്റാക്ക് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു വാളി കൊണ്ട് ഇടിച്ച് നിർത്തുന്നുണ്ട്. സെന്യൂട്സിനെ മുറിക്കുന്നതിന് മുമ്പ് തന്നെ ഈനോസുക്കെ അങ്ങോട്ട് ഒന്ന് അറ്റാക്ക് ചെയ്യാൻ നേരത്തെ ഈനോസുക്കെനെ വലിച്ച് മറ്റൊരു വാളിലായിട്ട് എറിയുന്നുണ്ട്. അതേസമയം നമ്മുടെ താഞ്ചറോ വേദന കൊണ്ട് പൊളിയാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഈ മുസാന്റെ ബ്ലഡ് ടീമൻ ആർട്ട് കാരണം പുള്ളിക്കാരന്റെ നേഴ്സ് ആക്കി ഇങ്ങനെ എന്താണ്ടൊക്കെ പോലെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ ടെക്നിക്ക്, അതായത് പുള്ളിക്കാരൻ്റെ സോഡയെ മുറുക്കി പിടിച്ച് അത് റെഡ് കളറായിട്ട് പുള്ളിക്കാരൻ്റെ ഹൃദയത്തിലേക്ക് കുത്തി ഇറക്കും. മുസാനും ആകെപ്പാടൊരു വല്ലാത്തൊരു അവസ്ഥയല്ല. പുള്ളിക്കാരൻ ചോരയ്ക്ക് ഛർദ്ദിച്ച് പുള്ളിക്കാരനായിട്ട് കൈകൾ രണ്ടും പൊക്കാൻ പറ്റുന്നില്ല. അതേ സമയത്ത് ഈനോസുക്കെയും സെന്നിറ്റ്സും എഴുന്നേക്കാനും തുടങ്ങും. ഇവന്മാർക്കൊന്ന് അടങ്ങിക്കിടന്നപ്പോൾ മുസാൻ ഇതിനെ പറയാൻ നേരത്ത് അടുത്ത പാനലിൽ ഗ്യോമിയുടെ കാല് കാണാം. അതേപോലെ നമ്മുടെ ഗീവും എഴുന്നേറ്റ് വരുന്നുണ്ട്. അവസാന ശ്വാസം വരെ രാവിലെ വരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തി അവനെ കൊന്നാലേ മതിയാകത്തുള്ളതെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങനെ വീണ്ടും ഫൈറ്റിലേക്ക് തിരിച്ചു വന്നുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നത്. സോ ഇനി ഫൈനൽ ഫൈറ്റിലേക്ക് അങ്ങോട്ട് കയറാൻ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ 2-3 വീഡിയോ അടുപ്പിച്ചിടുന്നതായിരിക്കും. എന്തായാലും അതിനുവേണ്ടി കാത്തിരുന്നു. അതിനു മുമ്പ് നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്.